Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ നിലമ്പൂർ റേഞ്ച് വള്ളുവശ്ശേരി സെക്ഷൻ പരിധിയിലെ മൂത്തേടം ചോളമുണ്ടയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ബുധനാഴ്ച പുലർച്ചെ 4:30 കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഉപേക്ഷിച്ച സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിലാണ് ആന ചെരിഞ്ഞത്. ഏതാനും ദിവസങ്ങളായി ജനവാസ കേന്ദ്രങ്ങളിൽ കണ്ട കസേരക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആനയാണിതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിങ്ങനെ വന്ന് കൃഷിയൊക്കെ നശിപ്പിച്ച് പോണ്. ഇതെപ്പോഴാണ് കണ്ടത്? എങ്ങനെയാണ് ഇതിന്റെ സംഭവം? ഇതൊന്ന് രാവിലെ ഇവിടെ ആളുകൾ കണ്ടത്, കുഴി ചാടിയതായിട്ട് കണ്ടത്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ക്ഷീണിച്ചതില്ല, നടക്കാണ്. സുഖമില്ലാതെ അങ്ങനെ ആളുകളായിട്ടൊന്നും വലിയ ശല്യമൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കാണ്. ഒരു വായും ഇതൊക്കെ പറിച്ചിട്ട് അങ്ങനെ വേറെ പരിക്കളൊന്നായിട്ട് അങ്ങനെ കാണാനില്ല. കസേരക്കൊമ്പെന്ന് പറയുന്ന ആന തന്നെയാണത്? അതെ അതെ അതെ, കസേരക്കൊമ്പെന്നൊക്കെയാണ് വിളിക്കുന്നത്. 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും നാട്ടിലേക്ക്. പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ കണ്ടിട്ട് പോലും, പിന്നെ കുറച്ച് ഞാൻ കണ്ടു വരും. അങ്ങനെ ഫോറസ്റ്റും കൂടിയിട്ട് രാത്രി 2:30 3:30 ഒരു 15 ദിവസം ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നലെ ഒന്ന് കണ്ടിട്ടില്ല. രാവിലെ ഞാൻ 4 മണിക്ക് വരുമ്പോൾ ഇവർ ബാത്റൂമിൽ പോകുന്ന സമയത്ത് കണ്ടത്. അപ്പോൾ എന്നോട് വിളിച്ചു, ഞാൻ ഫോറസ്റ്റിനെ വിളിച്ചു പറഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ക്ഷീണിതനാണ് കുറേ ദിവസമായിട്ട് ആന. ഇപ്പോൾ കുറച്ച് മുറി കാണുന്നുണ്ട്. ക്ഷീണിതനാണ്, 15 ദിവസം ക്ഷീണിതനാണ്. ഇതിൽ പോയി ഇവിടെ 10-20 ഏക്കർ ഫുള്ള് ആന പറിച്ചു കഴിഞ്ഞതാണ്. കരുളായി റേഞ്ചിലെ പടുക്ക സ്റ്റേഷന് കീഴിലെ വനാതിർത്തിയിൽ നിന്നും 30 മീറ്റർ മാറിയാണ് ആന കിടന്നിരുന്നത്. നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണന്റെ നേതൃത്വത്തിൽ സംഘം രാവിലെ 8:00 ആനയുടെ ജഡം വനത്തിലേക്ക് മാറ്റി. ആനയുടെ പിറകുവശത്ത് നീരും പുഴുക്കളുമുള്ളതായി നാട്ടുകാർ പറയുന്നു. വനത്തിനുള്ളിലേക്ക് മാറ്റിയ ജഡം രാവിലെ 9 മണിയോടെ വെറ്ററിനറി സർജൻ ഡോക്ടർ ശ്യാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ഈസ്റ്റ് ലൈവ് വടകര.